ഏതാണ്ട് 2 ആഴ്ചക്കാലം കമ്മീഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങി അവർ സംഘടിപ്പിച്ചാണ്. തലേന്ന് വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ രഥയാത്ര നിഷേധിക്കാനുള്ള ഓർഡർ വന്നത്. രഥം അവിടെ നനക്കാനവർ സമ്മതിച്ചില്ല. അവസാനം കുംഭമേളയ്ക്ക് രഥം എത്തിക്കണം എന്നുള്ളതുകൊണ്ട് തമിഴ്നാട് പോലീസിൻ്റെ അനുവാദമില്ലാതെ അവിടുന്ന് രഥമായിട്ട് പോരുകയുണ്ടായത്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു രഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട് വലിയൊരു അപമാനം അല്ലെങ്കിൽ ഒരു ഗതികേടുണ്ട് നമുക്ക്. അപ്പോൾ സത്യത്തിൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്കൊരു പരസ്യമാവുകയാണ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ആകെ 10-100 ആൾക്കാർ അറിയുന്ന ഒരു പരിപാടി ഇത് തടഞ്ഞതോടുകൂടി തമിഴ്നാട് സർക്കാർ തടഞ്ഞതോടുകൂടി തമിഴ്നാട് മുഴുവൻ വ്യാപിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ തടഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു PR വർക്ക് നടത്തിയത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരാണ്. അതിനുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഏതാണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ 6000 പ്രസാദം നമുക്കവിടെ കൊടുക്കാൻ സാധിച്ചില്ല.